ഹലോ ഗൈസ്, ഇനി നമ്മൾ പറയുന്നത് അടുപ്പ് എങ്ങനെ കത്തിക്കാൻ. അപ്പോൾ ഗ്യാസൊന്നും എത്താത്ത കുറേ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അടുപ്പ് എങ്ങനെ കത്തിക്കാൻ നോക്കാം. അടുപ്പ് കത്തിക്കാൻ പല പേർക്കും അറിയത്തില്ല. അടുപ്പും വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. നമുക്ക് അടുപ്പ് എങ്ങനെ കത്തിക്കാൻ നോക്കാം. ഗൈസ്, ഇതാണ് നമ്മുടെ അടുപ്പ്. നമുക്ക് അടുപ്പിനെ പരിചയപ്പെടാം. ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ രണ്ടും ഇതിന്റെ മെയിൻ ഭാഗങ്ങളാണ്. പിന്നെ ഈ ഗ്യാപ്പിൽ നമ്മൾ വിറക് വെക്കും. ഈ ഹെഡ്ജിൻ്റെ ഭാഗമൊക്കെ നല്ല ഫിനിഷിങ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല വീതിയോട് കൂടിയിട്ടുള്ള അടുപ്പാണ്. നമുക്ക് എത്ര വിറക് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ബിരിയാണി ആണെങ്കിലും എന്തായാലും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അധികം വിറകിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഗ്യാസിനെക്കാട്ടും പെട്ടെന്ന് തന്നെ അടുപ്പത്ത് തന്നെ എല്ലാം വേഗം ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ടൈൽ ബ്ലൂ ആണ് ഇത് അമ്മയുടെ പുകയൊക്കെ പിടിച്ചൊരു പണ്ടായിരുന്നു. ഈ രണ്ട് സൈഡിലൊഴിവ് നമുക്ക് വിറക് വെച്ചിട്ട് പുക പോകാനുള്ളതാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ബ്ലാക്ക് ആയിട്ടാണുള്ളത്. എല്ലാ സൈഡും നോക്കുമ്പോൾ നമുക്ക് വാവായിട്ട് തോന്നില്ല. എടുത്തു നോക്കുക, വാവായിട്ട് തോന്നില്ല. ഇപ്പോൾ ചെറിയ പാത്രം ചെമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് റിങ് ഉപയോഗിച്ച് വെക്കേണ്ടി വരും. അപ്പോൾ അതിന് നമുക്ക് റിങ് വെക്കാം. അപ്പോൾ ഇതാണ് റിങ്. അപ്പോൾ നമ്മൾ ചെറിയ പാത്രമൊക്കെ വെക്കുമ്പോൾ ഇവിടെ കുടുങ്ങി നിൽക്കും. ഇത് നമുക്ക് വെക്കാൻ പറ്റില്ല. കുടിച്ചിട്ട് വെക്കാം. നമുക്ക് അടുപ്പ് എങ്ങനെ കത്തിക്കാൻ നോക്കാം. അതിന് മുന്നേ നമുക്ക് അടുപ്പ് കത്തിക്കുന്ന മെറ്റീരിയൽസ് എടുക്കാൻ പറ്റും. പിന്നെ അടുപ്പ് കത്തിക്കുന്ന മെറ്റീരിയൽസ് ഉണ്ടാകും. ഫസ്റ്റ് മക്കോലെ കണ്ടെടുക്കാം. പിന്നെ മടല്, പിന്നെ കൊടുമ്പില്. പിന്നെ നമുക്ക് എടുത്ത് തരാം. ഇതൊന്നും പറഞ്ഞു ഒരു മിനിറ്റ് നമ്മളൊരു ഓലെ കണ്ണ് വെച്ചെന്ന് അറിയില്ല. ഇതാണ് നമ്മൾ ഇതൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. നമ്മൾ നിറച്ച് പുറത്ത് വെച്ചിട്ടാ പോക്ക്. പാമ്പ് അവിടെ ഇറങ്ങുന്നുണ്ട്. ഇതാണ് കൊതുമ്പില്. ഇതൊക്കെ നമ്മ പുറത്തൊരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇതിന് മടലെടുക്കണം. നമുക്ക് എല്ലാ സാധനവും കിട്ടിയിട്ടുണ്ട്. ഇതാണ് മടൽ. പൊടിയൊക്കെ ഉണ്ട്, കഴിച്ചൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ കത്തിക്കാനുള്ള കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ കൊതുമ്പ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിനാട്ടിൽ എന്താ പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം. അത് നമ്മൾ രണ്ട് സൈഡിലേക്ക് മടൽ വെക്കണം. ഇട്ട് കത്തിക്കണം. പുകയൊക്കെ ഉണ്ടാവും. കയ്യിൽ മൂന്ന് സൈഡിലേക്ക് അങ്ങനെ ഇത് വെച്ച് ബാക്കി കത്തിക്കാം. നമ്മൾ ഓരോക്കണി കത്തിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണം ഗൈസ്, ഇതൊക്കെ പൊള്ളും. അടുപ്പ് കത്തിച്ചു ഗൈസ്, കത്തിച്ചു.